കേവലം 24 മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നിരയിൽ അരങ്ങേറിയത് ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ്. നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ കണ്ണീരിനെ പോലും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നും സ്വന്തം മിത്രങ്ങളെ എങ്ങനെ പിന്നിൽ നിന്ന് കുത്താമെന്നും ഒരു ദേശീയ പാർട്ടി കാണിച്ചു തന്ന ദിവസങ്ങളാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കഥയിലെ നായകൻ രാഹുൽ ഗാന്ധിയല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഏകാധിപത്യ മനോഭാവത്തെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷത്തിൻ്റെ കടിഞ്ഞാൻ സ്വന്തം കൈകളിലേക്ക് വലിച്ചെടുത്ത സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ്. ഈ കഥ തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നിന്നാണ്. തെരുവുകളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധാഗ്നി പടർത്തുമ്പോൾ ആ തീയിൽ നിന്ന് സ്വന്തം രാഷ്ട്രീയത്തിന് വെളിച്ചം കണ്ടെത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ കക്ഷി തങ്ങളാണെന്ന അഹങ്കാരത്തിൽ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം വെറും കാഴ്ചക്കാരാക്കി മാറ്റാൻ കോൺഗ്രസ് ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി. തങ്ങൾ മാത്രമാണ് യഥാർത്ഥ പോരാളികൾ എന്ന് വരുത്തി തീർക്കാൻ അവർ മെനഞ്ഞെടുത്ത തന്ത്രം ഒരുപക്ഷെ അങ്ങേയറ്റം തരം താണതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നിരയിലെ തന്നെ അണിയറ സംസാരം. ഡൽഹിയിലേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും അടിയന്തരമായി ഒരു സന്ദേശം ലഭിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമാണ്, എല്ലാവരും ഡൽഹിയിലെത്തണം. ഒരു ദേശീയ നേതാവിൻ്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുക എന്നത് രാഷ്ട്രീയത്തിലെ ഒരു മര്യാദയാണ്. ആ മര്യാദയുടെ പേരിലാണ് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമാനം കയറി ഡൽഹിയിലെത്തുന്നത്. ഒരുപക്ഷെ ഖാർഗെയ്ക്ക് ആശംസകൾ നേർന്ന് ഒരു കഷ്ണം കേക്കും കഴിച്ച് മടങ്ങാമെന്ന ചിന്തയിലാകാം അവരെല്ലാം ഡൽഹിയിൽ വിമാനമിറങ്ങിയത്. എന്നാൽ ഡൽഹിയിലെത്തിയ അവർക്ക് മനസ്സിലായി തങ്ങൾ വന്നിരിക്കുന്നത് ഒരു ആഘോഷത്തിലേക്കല്ല, മറിച്ച് കോൺഗ്രസ് ഒരുക്കി വച്ച വലിയൊരു പ്രതിഷേധ പരിപാടിയിലേക്കാണ് എന്ന്. ജന്മദിനാഘോഷം എന്നത് വെറുമൊരു മറ മാത്രമായിരുന്നു. ഈ നേതാക്കളെ മുൻനിർത്തി നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊരു അപ്രതീക്ഷിത മാർച്ച് നടത്താനായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതി. മറ്റ് പാർട്ടികളുടെ നേതാക്കളെ ഈ മാർച്ചിൻ്റെ മുൻനിരയിൽ നിർത്തി തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുക. എന്നാൽ ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഈ നേതാക്കളോട് കോൺഗ്രസ് മുൻകൂട്ടി ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. ഒരു ജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷികളോട് കാണിക്കേണ്ട പ്രാഥമിക മര്യാദ പോലും കോൺഗ്രസ് കാറ്റിൽ പറത്തി. കോൺഗ്രസിൻ്റെ ഈ ഏകാധിപത്യ മനോഭാവം അവിടെ കൃത്യമായി പുറത്തു വന്നു. തങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതനുസരിക്കാൻ ബാധ്യസ്ഥരായ അടിമകളാണ് മറ്റു പാർട്ടികൾ എന്ന ധാർഷ്ട്യമായിരുന്നു ആ നീക്കത്തിന് പിന്നിൽ. ഈ വഞ്ചനയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയത് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മുഖമാണ്. തന്നെ കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു സമരത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കടുത്ത അമർഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹം ഒന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ആ മുഖത്തെ അസ്വസ്ഥതകൾ ലോകത്തോടൊരു വലിയ സത്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് സ്വന്തം നേതാക്കളെയും ഒപ്പമുള്ളവരെയും എത്രത്തോളം വില കുറഞ്ഞ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവായി ആ ദൃശ്യങ്ങൾ മാറി. ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ശൂന്യതയും നിൽപ്പിലെ ഒഴുക്കില്ലായ്മയും ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും അതൊരു ആത്മാർത്ഥമായ പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് കോൺഗ്രസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിൽക്കേണ്ടി വന്ന ഗതികേടായിരുന്നു എന്ന്. അങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കബളിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം കോൺഗ്രസ് തങ്ങളുടെ മാത്രം അക്കൗണ്ടിലേക്ക് എഴുതി ചേർത്തു. രാഹുൽ ഗാന്ധിയെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മറ്റെല്ലാവരെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളാക്കി മാറ്റി. കോൺഗ്രസിൻ്റെ PR ടീം ഈ വാർത്തകൾ ആഘോഷമാക്കി. CJP വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തി ആ സമരത്തിൻ്റെ പൂർണ്ണ പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുത്തുവെന്ന് അവർ സ്വയം വിശ്വസിച്ചു. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തങ്ങൾ വീണ്ടും രാജാക്കന്മാരായി എന്ന് കോൺഗ്രസ് നേതാക്കൾ അഹങ്കരിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ അഹങ്കാരത്തിൻ്റെ ആയുസ് വെറും 24 മണിക്കൂർ മാത്രമായിരുന്നു. കോൺഗ്രസ് കളിച്ച ഈ വഞ്ചനയുടെ കളി ദൂരെ മാറി നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. കോൺഗ്രസിൻ്റെ ഈ ബിഗ് ബ്രദർ കളിയും ഘടകകക്ഷികളെ അപമാനിക്കുന്ന രീതിയും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെക്കാൾ ഉപരി രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടി മാത്രമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് അഖിലേഷിന് വ്യക്തമായി. ഈ നാടകത്തിന് അവിടെ വച്ച് തന്നെ തിരശ്ശീല വീഴ്ത്താൻ അദ്ദേഹം തീരുമാനിച്ചു. രംഗം ലോക്സഭ. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നതിൻ്റെ പിറ്റേ ദിവസം, അഥവാ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി. സഭ തുടങ്ങുമ്പോൾ തന്നെ വലിയ ബഹളമാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചും നീറ്റ് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടി MPമാരും എഴുന്നേറ്റ് നിൽക്കുന്നു. അഖിലേഷിന് സഭയോട് സംസാരിക്കണം. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ തയ്യാറെടുത്തു വന്ന നേതാവാണ് അദ്ദേഹം. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. അഖിലേഷിനെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന് സംസാരിക്കാൻ സ്പീക്കർ അവസരം നൽകുന്നു. അതിനുശേഷം ഭരണപക്ഷത്തെ കിരൺ റിജിജുവിനും
അവസരം ലഭിക്കുന്നു. ഇതൊരു ചെറിയ സംഭവമായിരുന്നില്ല. തന്നെയും തൻ്റെ പാർട്ടിയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സഭയ്ക്ക് അകത്തും പുറത്തും കോൺഗ്രസ് കളിക്കുന്ന ഒത്തുകളിയുടെ ഏറ്റവും വലിയ തെളിവായി അഖിലേഷ് ഇതിനെ കണ്ടു. ഒരു നിമിഷം പോലും അദ്ദേഹം മടിച്ചു നിന്നില്ല. കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ മൗനം പാലിച്ചിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ചെവിയിലെ ഹെഡ്ഫോൺ ഊരിയെറിഞ്ഞ് കടുത്ത ദേഷ്യത്തോടെ തൻ്റെ എംപിമാർക്കൊപ്പം സഭ ബഹിഷ്കരിക്കാൻ അദ്ദേഹം തിരിഞ്ഞു നടന്നു. അഖിലേഷിൻ്റെ ഈ അപ്രതീക്ഷിത നീക്കം ഭരണപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിച്ചു. സ്പീക്കർ ഇടപെട്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചെങ്കിലും അഖിലേഷ് സഭയുടെ നടുത്തളത്തിലേക്ക് തൊടുത്തുവിട്ട വാക്കുകൾ കോൺഗ്രസിൻ്റെ നെഞ്ചിലേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. ഞാൻ എന്തു പറയാനാണ്? നിങ്ങൾ ഭരണപക്ഷത്തിനും കോൺഗ്രസിനും മാത്രമാണല്ലോ സംസാരിക്കാൻ അവസരം നൽകുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രഹസ്യ ഇടപാടുണ്ടോ എന്ന അഖിലേഷിൻ്റെ ഒറ്റ ചോദ്യത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ നാടകങ്ങളും തകർന്നു വീണു. अध्यक्ष महोदय, ये मुद्दा कांग्रेस समाजवादी पार्टी बीजेपी का नहीं है, ये मुद्दा युवाओं और छात्र नौजवानों का है। आपने इनको बुलवा दिया क्या? समझौता कर लिया आपने क्या? आपने क्यों नहीं बोलने दिया हमें? अध्यक्ष मैंने बोलने के लिए कहा, एक मिनट प्लीज। नहीं, आपने समझौता क्यों कर लिया फिर? हम लोग का बात भी अखिलेश जी नहीं। അത്രയും നേരം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ദേശീയ മാധ്യമങ്ങളുടെ ക്യാമറകൾ മുഴുവൻ ഒറ്റയടിക്ക് അഖിലേഷ് യാദവിലേക്ക് തിരിഞ്ഞു. കെ.സി. വേണുഗോപാൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും തികഞ്ഞ പുച്ഛത്തോടെ അഖിലേഷ് അത് തള്ളിക്കളഞ്ഞു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറുന്ന പോലീസ് കാടത്തത്തിനെതിരെ യഥാർത്ഥ പ്രതിപക്ഷ ശബ്ദമായി അഖിലേഷ് അവിടെ ഗർജിച്ചു. അവിടെ കോൺഗ്രസ് തോൽക്കുകയായിരുന്നു. ഖാർഗെയുടെ ജന്മദിനമെന്ന പേരിൽ മറ്റ് നേതാക്കളെ വിളിച്ചു വരുത്തി കബളിപ്പിച്ചതും രാഹുൽ ഗാന്ധിയെ മാത്രം മുന്നിൽ നിർത്തി നടത്തിയ PR വർക്കുകളും ഒറ്റ ദിവസം കൊണ്ട് വെള്ളത്തിലായി. പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ പ്രതിഷേധം അഖിലേഷ് യാദവ് ഹൈജാക്ക് ചെയ്തു. അല്ല, ഹൈജാക്ക് ചെയ്യുകയായിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഏകാധിപത്യത്തിൽ നിന്ന് അദ്ദേഹം അത് മോചിപ്പിച്ച് തൻ്റെ സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ആത്മാർത്ഥതയുള്ള നേതാവായി ഇന്ത്യ മുഴുവൻ അഖിലേഷിനെ കണ്ടു തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മറികടന്ന് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും കരുത്തനായ നേതാവായി അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇത്. ഘടകകക്ഷികളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് അഖിലേഷ് യാദവ് കൊടുത്തത് ഒരിക്കലും മറക്കാനാകാത്തൊരു പാഠമാണ്. വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിശബ്ദനായി നിന്നപ്പോൾ അതേ നാണയത്തിൽ കോൺഗ്രസിൻ്റെ മുഖത്തടിച്ച് താൻ ആരുടെയും പിന്നിൽ നിൽക്കാൻ ജനിച്ചവനല്ല എന്ന് അഖിലേഷ് യാദവ് തെളിയിച്ചു. ഡൽഹിയിലെ ആ 24 മണിക്കൂറുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക കോൺഗ്രസിൻ്റെ വഞ്ചനയുടെ പേരിലായിരിക്കില്ല, മറിച്ച് ആ വഞ്ചനയെ പൊളിച്ചടുക്കിയ അഖിലേഷ് യാദവിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പേരിലായിരിക്കും. പ്രതിപക്ഷമെന്നാൽ കോൺഗ്രസ് മാത്രമല്ലെന്നും പ്രാദേശിക പാർട്ടികളുടെ കരുത്തിനെ അവഗണിച്ചാൽ ആർക്കായാലും വലിയ വില നൽകേണ്ടി വരുമെന്നും ഈ സംഭവം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. കോൺഗ്രസ് മെനഞ്ഞെടുത്ത തിരക്കഥയിൽ അവരെ തന്നെ വില്ലന്മാരാക്കി അഖിലേഷ് യാദവ് ഹീറോ ആയി മാറിയ ആ ത്രില്ലിംഗ് ക്ലൈമാക്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമാണ്.